നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് അവരുടെ സൈനികരെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ആണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, സൈന്യമാണ് അവിടുത്തെ ജനങ്ങളെയും ഭരണകൂടത്തെയുമൊക്കെ സംരക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് സൈനികരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറ് പ്രവിശ്യയിലുള്ള ടർബത്ത് എന്ന് പറയുന്ന പ്രദേശത്തുകൂടി കടന്നുപോയ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. 8 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 35 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. വിദൂര നിയന്ത്രിത ബോംബായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഈ നിർത്തിയിട്ട കാറിന് സമീപത്തുകൂടിയായിരുന്നു ഈ സൈനിക വാഹനം നീങ്ങിയത്. ഇവിടെയാണ് സ്ഫോടനം നടന്നതും. ഇതിൻ്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാക് സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പം തന്നെ തെഹ്രിക് താലിബാൻ അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇറാൻ്റെയും മറ്റും ആക്രമണത്തിൽ 100-ൽ പരം സൈനികരാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ താലിബാനും പാകിസ്ഥാനുമായി നടക്കുന്നത് യുദ്ധമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ പല സൈനിക പോസ്റ്റുകളും പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളും പിടിച്ചടക്കിക്കൊണ്ടാണ് താലിബാൻ മുന്നേറ്റം നടത്തുന്നത്. ഇതിനിടയിൽ താജിക്കിസ്ഥാനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാകിസ്ഥാൻ എത്തുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ സൈനികർക്ക് ഒരു കൂട്ടക്കുരുതി നടക്കുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം ഒരു മാസത്തിനുള്ളിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 200-നടുത്ത് സൈനികരെയാണ്. അത് സ്ഫോടനത്തിലും ഒപ്പം തന്നെ ഈ വെടിവെപ്പിലും മറ്റുമായി. ന്യൂസ് ഡെസ്ക് മലയാളം.